ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് നമുക്കെല്ലാവരെയും നമ്മൾ തന്നെ സമർപ്പിക്കാം. എൻ്റെ ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തരാൻ ആഗ്രഹിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. നമ്മളെല്ലാവരും ഒരുപാട് നിരന്തരം തെറ്റുകൾ ചെയ്യുന്നവരും കുറവുകളുള്ളവരും ഒക്കെയാണ് അല്ലേ. നമ്മൾ മനുഷ്യരാണ്. പക്ഷേ പരിശുദ്ധ അമ്മയുടെ ഉമ്മലഹൃദയത്തിന് ഒരു വ്യക്തി തന്നെ സമർപ്പിക്കുമ്പോൾ ആ വ്യക്തി അല്ലെങ്കിൽ ആ ആത്മാവ് പരിശുദ്ധ അമ്മയുടെ മാത്രമായിട്ട് ദൈവത്തിൻ്റെ സ്വന്തമായിട്ട് മാറുകയാണ്. അമ്മ നമ്മളെ കൈപിടിച്ച് നടത്താനായിട്ട് തുടങ്ങുന്ന സമയം മുതൽ നമ്മുടെ ജീവിതത്തിൽ പാപത്തിന് പ്രിയപ്പെട്ട ഒരു സ്ഥാനമില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരും വിമല ഹൃദയ പ്രതിഷ്ഠ അത് ചെയ്യാനായിട്ട് ശ്രമിക്കണം. വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 33 ദിവസങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസങ്ങളാണ്. വിമല ഹൃദയ പ്രതിഷ്ഠ അതിനെക്കുറിച്ച് നമുക്കറിയാം. ഒരുപാട് നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ യഥാർത്ഥ മരിയഭക്തി എന്ന പുസ്തകത്തിലൂടെ ലൂയി ദി മോൺഫോർട്ടിൻ്റെ ഒരു പുസ്തകമുണ്ട്. അദ്ദേഹം ആ പുസ്തകത്തിലൂടെ വ്യക്തമാക്കുന്ന ഒരു കാര്യം നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധ അമ്മയോട് സംസാരിക്കുകയും നിരന്തരം സംസാരിക്കുകയും പരിശുദ്ധ അമ്മയെ ഓർക്കുകയും ചെയ്യുന്നവരുടെ ആത്മാവ് ഒരിക്കലും പാപത്തിലല്ല പ്രിയപ്പെട്ടവരെ. ലൂയി ദി മോൺഫോർട്ടിൻ്റെ പുസ്തകത്തിലൂടെ അദ്ദേഹം പറയുന്നൊരു വാക്കുകളാണ്, വളരെ മനോഹരമായ വാക്കുകളാണിത്. അതായത് പരിശുദ്ധ അമ്മയോട് സംസാരിക്കുകയും പരിശുദ്ധ അമ്മയുടെ വാക്കുകൾ നമ്മൾ കേൾക്കുക, അതോടൊപ്പം തന്നെ അമ്മയോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ ആത്മാവ് ഒരിക്കലും പാപത്തിലല്ല, അവർക്ക് പാപത്തിലേക്ക് പോകാനായിട്ട് പറ്റത്തില്ല എന്ന് ലൂയി ദി മോൺഫോർട്ട് രേഖപ്പെടുത്തുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞാനും നിരന്തരം വിമല ഹൃദയ പ്രതിഷ്ഠയിൽ പങ്കുചേരുന്ന ഒരു വ്യക്തിയാണ്. ഇന്നും വിമല ഹൃദയ പ്രതിഷ്ഠ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നാളുകളിൽ എനിക്ക് അനുഭവപ്പെട്ടൊരു കാര്യം, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സഹനങ്ങളുണ്ടായിരുന്നു, ആവശ്യമില്ലാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. പക്ഷെ ഞാൻ യേശുവിനോട് സംസാരിക്കും. പക്ഷേ എനിക്കതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലായത് അമ്മയോട് സംസാരിച്ച് കൂടുതൽ അമ്മയോട് അടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താണെന്നറിയാമോ? അമ്മയിലൂടെ മാത്രമേ നമുക്ക് പാപത്തെ നമ്മളിലുള്ളിലുള്ള ചെറിയ ചെറിയ തെറ്റുകൾ പോലും പൂർണ്ണമായിട്ട് എടുത്തു കളയാൻ പറ്റത്തുള്ളൂ. നമ്മളൊരു കുഞ്ഞി പാപം പോലെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇരിക്കാൻ പാടില്ല. നമ്മൾ വിചാരിക്കാറുണ്ട് ഇത് സാരമില്ല, ചെറിയ തെറ്റല്ലേ. പക്ഷേ ഈ ചെറിയ തെറ്റുകളാണ് കൂടി 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 വലിയ വലിയ തെറ്റുകളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരിക്കുന്നവരെ ദൈവം വലിയ കാര്യങ്ങളും